ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂഡ് അറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് 2 കാർഡ്സ് വെച്ചിട്ടുള്ളതാണ്. ആ കാർഡ്സ് നമ്മൾ ഷഫിൾ ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. ദ കറണ്ട് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഡീറ്റെയിലാണ്. എപ്പോഴും പറയുന്ന പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാൾ മാച്ച് എടുക്കാൻ നിൽക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, കെമിസ്ട്രി എന്നുള്ളൊരു കാർഡാണ് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കെമിസ്ട്രി ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യത്തെ കാർഡായിട്ടുള്ള കെമിസ്ട്രി, രണ്ടാമത്തെ കാർഡായിട്ടുള്ള ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഈ കാർഡിൽ നിന്നും ഏത് കാർഡാണോ അട്രാക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ കാർഡ് കെമിസ്ട്രി കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കെമിസ്ട്രി ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്ന ഒരു കാർഡാണ്. നമുക്ക് നോക്കാം വാട്ട്സ് ദെയർ തോട്ട് എന്നുള്ള രീതിയിൽ. പെർപെൻഡിക്കുലറാണ്, കെമിസ്ട്രി പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് വളരെയധികം ഒരു പാർട്ട്ണർഷിപ്പ് കൈൻഡ് ഓഫ് എനർജിയാണ് നിങ്ങളുമായിട്ട് ആ ഒരു വ്യക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് റിഗ്രറ്റ് അടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ്. എല്ലാത്തിൽ നിന്നും മാറി നിന്ന് അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കാം എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി നമുക്ക് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ വളരെയധികം ഇമോഷണലിനെക്കാട്ടി കൂടുതൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേരെ സംബന്ധിച്ച് ഒരു ഫ്ലേർട്ട് എനർജി കാണിക്കുന്നുണ്ട്. അതായത് വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നോട്ട് വരുന്ന ഒരു രീതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ടിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇവിടെ സ്വാർത്ഥത വളരെയധികം കൂടുതലായിട്ടുണ്ടാകാം. ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും അത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ വളരെയധികം ഓപ്പൺ മൈൻഡായിട്ട് പറയുമ്പോഴും വ്യക്തി ചിലപ്പോൾ എല്ലാം ഒന്നും തുറന്നു പറയാതെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന ഒരു നേച്ചറുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട ഒരു ജസ്റ്റിസ് ഈ ഒരു സിറ്റുവേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒപ്പം തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള രീതിയിലെങ്കിലും വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്കിനി അത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ 3 of Pentacles. We have the 9 of Wands. Okay, ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് 10 of Cups. അപ്പോൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് അതിർവരമ്പുകൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നിങ്ങളോട് ഉണ്ടാകുന്ന ഫീലിങ്സ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ച് ഒരു മുഖം മൂടി അണിയുന്ന ഒരു അവസ്ഥയിലാണ് കാണിക്കുന്നത്. അതായത് വ്യക്തി വിചാരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് വേണ്ട രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതുവരെ തന്നിട്ടില്ല എന്ന് ആ ഒരു വ്യക്തി സ്വയമായിട്ട് പറഞ്ഞു ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ഒക്കെ പോയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ വ്യക്തി വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവർക്ക് ഒരിക്കൽ വന്ന് കമ്മിറ്റ്മെൻറ്റ് തരാമല്ലോ, അല്ലെങ്കിൽ ഒരിക്കൽ വന്ന് എന്നെ മിണ്ടുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വ്യക്തിയുടെ മൈൻഡിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖം ഓർമ്മ വരുന്നുണ്ട്. വ്യക്തിക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്ന രീതിയിലുള്ള എനർജികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു ബാധ്യതയോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു തടസ്സങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാറുന്നില്ലേ, വന്നുകൂടെ എന്നുള്ള എനർജിയിൽ വെയിറ്റിംഗ് എനർജിയിലേക്കാണ് ഇവിടെ പോകുന്നത്. അതുപോലെ തന്നെ ദ ഡെവിൽ എനർജി എന്ന് പറയുന്നത് ഒരുപാട് ദേഷ്യം, അഡിക്ഷൻ ഇതൊക്കെ ഉള്ള അവസ്ഥയാണ് വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങളുള്ള സമയത്തും അത്തരം അഡിക്ഷൻ ഉള്ളതായിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ വാൺ ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ അതിനെക്കുറിച്ച് വലിയ മാറ്റങ്ങളൊന്നും വ്യക്തിയുടെ ലൈഫിലേക്ക് വരുത്താൻ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തിക്ക് ഒരു കൺട്രോളിങ് നേച്ചർ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം അങ്ങോട്ട് കൺട്രോളിങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ, നിങ്ങൾ ടോക്സിക് ആണ് എന്നുള്ള രീതിയിലൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ടാവണം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കുറേ ആളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരാൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും മറ്റൊരാൾ എഫേർട്ട് ഇല്ലാത്ത ഒരു രീതിയിലുള്ള അവസ്ഥയിലൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലോക്കേജാണ് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അത് ആ ഒരു വ്യക്തിയാക്കിയിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തിക്ക് ഒരിക്കലും നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്കേജ് ഒന്നും എനിക്കിവിടെ കാണുന്നില്ല. വേണമെന്ന് വെച്ചാൽ മാറ്റി വരാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലാണെങ്കിലും ഒരുപാട് ചാലഞ്ചസ്, ഒരുപാട് വെല്ലുവിളി നേരിടുന്ന ഒരു അവസ്ഥയാണ്. ഇത് 9 of Wands, 7 of Wands എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരുപാട് ചാലഞ്ചൊക്കെ മറികടന്ന് വരണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.
അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആദ്യം നല്ല മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോയി പരസ്പരം മനസ്സിലാക്കി വളരെ സ്നേഹത്തോടെ പോയ ഒരു റിലേഷൻഷിപ്പായിരുന്നു. എന്നാൽ പോകെ പോകെ വളരെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ കയറി വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഒരാൾ നല്ല രീതിയിൽ ഒരു ബൗണ്ടറി വെച്ചതായിട്ട് കാണിക്കുന്നു. അതിപ്പോൾ നിങ്ങളും ആവാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളാകാം, ചിലപ്പോൾ രണ്ടുപേരും ആകാം, ഇങ്ങനെയും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഇത്രയും ചാലഞ്ചസ് ഉണ്ടെങ്കിലും വ്യക്തിയുടെ മൈൻഡിൽ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന് മുന്നോട്ട് വരണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റണം എന്നുള്ള രീതിയിലാണ്. അതായത് വ്യക്തിയായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു രീതിയിൽ വ്യക്തി തന്നെ മുൻതൂക്കമെടുത്ത് മുന്നോട്ടിറങ്ങിയാൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ മാറാൻ പറ്റുള്ളൂ എന്ന തിരിച്ചറിവ് വ്യക്തിയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ അർഹിക്കുന്ന ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യക്തിയായിട്ട് ഉണ്ടാക്കി വെച്ച ചില പ്രശ്നങ്ങൾക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ദേഷ്യം ഉള്ള ഒരു അഡിക്ഷൻ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടതുമുണ്ട്. അതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഒരു ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചാലും അവിടെയും കുറച്ച് തടസ്സങ്ങളുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയുടെ ശരിക്കുമുള്ള ഇൻറ്റൻഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ളൊരു ആക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയത്. നമുക്ക് കെമിസ്ട്രിക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് പേജ് ഓഫ് സോഡ് എന്ന് പറയുന്നത്. പേജ് ഓഫ് കപ്സ് 3 ഓഫ് സോഡ്, 5 ഓഫ് കപ്സ്, ദ 5 ഓഫ് വൺസ് എനർജി. ഇവിടെ കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യക്തി വളരെയധികം നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് സോൾവ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന സമയത്തും അവിടെ വ്യക്തി ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് പാസ്റ്റ് ലൈഫിൽ വ്യക്തിയായിട്ട് ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കുക, ഒരാളുടെ നല്ലോണം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ പറയാറില്ല വാക്കുകൾ കൊണ്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള രീതി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് 3 ഓഫ് സോഡിനെ എടുക്കാം. അതൊക്കെ വ്യക്തിയുടെ മൈൻഡിൽ ഒരു എന്താണ് ചെയ്തു പോയതിനെക്കുറിച്ച് റിഗ്രറ്റിംഗ് എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. 5 ഓഫ് കപ്സ് എന്ന് പറയുന്നത് വ്യക്തിയുടെ ലൈഫിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതൊന്നും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെയാണ് വ്യക്തിയുടെ ഒരു രീതി. ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജി, ദ 5 ഓഫ് വൺസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. കാരണം അത്തരത്തിലുള്ളൊരു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്നാലുള്ള സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒറ്റയ്ക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വ്യക്തിയായിട്ട് ഉണ്ടാക്കി വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ദ 5 ഓഫ് കപ്സ്, ദ 3 ഓഫ് സോഡ്സ്. ഈ 2 കാർഡ്സ് എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫിൽ വ്യക്തി ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് ഓർത്ത് ഒരു പശ്ചാത്തപിക്കുന്നതായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. വ്യക്തിയുടെ ലൈഫിൽ എന്ത് തന്നെ ഹാപ്പിനെസ് ഉണ്ടെങ്കിലും അത് പൂർണ്ണ രീതിയിൽ അത് അതേ രീതിയിലൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നിൽക്കുന്നത്. അതായത് വ്യക്തിയുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 3 കപ്പ് അല്ലെങ്കിൽ മറഞ്ഞുപോയ കപ്പിന് നേരെയാണ് വ്യക്തി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഒരു റിഗ്രറ്റിംഗ് എനർജി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അത് പക്ഷേ ഓർമ്മകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് വ്യക്തിയുടെ മൈൻഡ് വളരെയധികം ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലും ഇവിടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വ്യക്തിയുടെ ഹിഡൻ മെസ്സേജസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ 7 ഓഫ് സോഡ്, ദ 5 ഓഫ് കപ്സ്, ദ ഹയറഫൻറ്റ് കാർഡ്, ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് ആണ്. അതായത് എന്ത് തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തി പറഞ്ഞാലും നിങ്ങളെ നെഗറ്റീവാക്കി ചിത്രീകരിച്ചാൽ പോലും വ്യക്തിയുടെ മൈൻഡിൽ പണ്ടത്തെ ഓർമ്മകളും നിങ്ങളെ ഹേർട്ട് ചെയ്തതും ഒക്കെ ഓർമ്മയുണ്ട്. പക്ഷെ വളരെയധികം ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് വ്യക്തിയുടെ മൈൻഡുള്ളത്. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ആ ഒരു മൊമെൻറ്റ്സ് വ്യക്തി റീകോൾ ചെയ്യുക, ഇതൊക്കെയാണ് പാസ്റ്റ് ലൈഫ് ഓർമ്മകളിലാണ് വ്യക്തി കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അതൊന്ന് മാറാൻ ശ്രമിച്ചപ്പോഴും അത് മാറാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു കാര്യം ട്വിൻ ഫ്ലെയിം ആണെന്ന് കാണിക്കുന്നുണ്ട്. സോൾമേറ്റ് കൈൻഡ് ഓഫ് എനർജിയൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ ആളെ സംബന്ധിച്ച് ഇത് കാപ്രിക്കോൺ എനർജി, അതുപോലെ തന്നെ സ്കോർപ്പിയോൺ, ജെമിനി, അക്യൂറിയസ്, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെയോ ആയിട്ട് സോഡിയക്ക് ആയിരിക്കാം. അതുപോലെ തന്നെ ദ 10, 5, 3, അതുപോലെ തന്നെ 9, ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ടാകാം. 3 വളരെയധികം എടുത്ത് കാണിക്കുന്ന ഒരു എനർജിയാണ്. ദ 7 ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്ത് തന്നെ ഈ ഒരു വ്യക്തി ഒരാളോട് നെഗറ്റീവായിട്ട് നിങ്ങളെ പറഞ്ഞാലും സ്റ്റിൽ എന്താണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തി ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ്. അപ്പോൾ അതൊരു
സൈഡിൽ ഉണ്ടായിക്കോട്ടെ, ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും ആ ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളാണെന്നുള്ള രീതിയിൽ ഇവിടെ പറയാൻ വേണ്ടി പറ്റും. കാരണം ഒരു ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു രീതിയിലുള്ള എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്ത് എടുത്ത് കാണിച്ച് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദ ലവ് മെസ്സേജ്, എക്സ്പ്രസ് യുവർ ലവ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരാൾ നല്ല രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ആ ഒരു വ്യക്തിയായിട്ട് എഫേർട്ട് ചെയ്ത് വരുമെങ്കിൽ ഓക്കെ, അത് നല്ല രീതിയിൽ ഇത് പ്യുവർ ഇൻറ്റൻഷനോട് കൂടിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്കൊക്കെ. കുറച്ച് പേര് വളരെയധികം നിങ്ങളുടെ വില മനസ്സിലാക്കി വരുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എൻഡപ്പായിപ്പോയി, ഇതിലൊരു വിശ്വാസമില്ല എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നിങ്ങളെ അല്ലെങ്കിൽ ഒരിക്കലും അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരുപാട് തവണ മേക്ക് ദി എഫേർട്ട് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ചെറിയ കാര്യങ്ങളിലാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എഫേർട്ട് എടുക്കുന്നതിൽ തെറ്റില്ല. ഒരുപാട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ടോക്സിക് ബിഹേവിയർ കൊണ്ടാണ് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്, അത് ഓപ്പോസിറ്റ് ഉള്ളവർക്കുള്ളതാണ്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൻഷനോട് ചോദിക്കാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻറ്റൻഷൻ ആണല്ലോ എല്ലാവരുടെയും, ഓൾമോസ്റ്റ് എല്ലാവരുടെയും എന്ന് പറയുന്നത് മാഗ്നിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്നത്. ഗ്രേറ്റ് ലവ്. അപ്പോൾ നിങ്ങൾ ഗൈഡഡ് ആണ്, നിങ്ങൾക്ക് വേണ്ടതൊക്കെ, നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിലാണ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നമുക്ക് ഗൈഡൻസും കൂടി നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ്, ഇപ്പോൾ പറഞ്ഞ് തീർന്നിട്ടില്ല. അൺകവറിങ് ട്രഷർ, ഒരുപാട് ചാലഞ്ചസിന് ശേഷം, ഒരുപാട് വെല്ലുവിളികൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ദ ഡെസേർട്ട് പാസേജ് എന്നുള്ളതാണ്. ട്രസ്റ്റ് ദർ ഇസ് എ ഡിവൈൻ പ്ലാൻ. എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തായാലും ഒരുക്കിയിരിക്കും. അത് പോസിറ്റീവായിട്ട് വിശ്വസിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അൺകവറിങ് ട്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു നിധി അത്ര പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ അതിന് പിന്നിൽ കുറച്ച് ചാലഞ്ചസും അതുപോലെ തന്നെ കുറച്ച് വെല്ലുവിളികളും കുറച്ച് ഒറ്റയ്ക്ക് പോകേണ്ട സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഇവിടെ ഈ ഒരു ചിത്രവും കാണിക്കുന്ന അങ്ങനെ തന്നെയാണ്, ഒറ്റയ്ക്ക് പോകേണ്ടതാണ്. അതായത് അവിടെയുള്ള ഒരു വിശ്വാസം, നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് അത് മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പൊക്കോളൂ. ചില യാത്രകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റപ്പെട്ട് പോയി എന്ന് തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല, നിങ്ങളുടെ കൂടെ ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. യു ആർ ചെറിഷ്ഡ് ബൈ ദി ഏഞ്ചൽസ്. ദി ക്യാരറ്റ് കാർഡിൽ, ദി ഒറാക്കിൾ കാർഡിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ് എന്നുള്ളത്. ഗൈഡൻസ് ഉള്ള കാർഡാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമല്ലെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ. അപ്പോൾ ഇത് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് സഹായം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിപ്പം നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഡയറക്റ്റ് മെൻറ്റേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ തോന്നുന്ന ആരോടും നിങ്ങൾക്കൊരു ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാർഡ് ചൂസ് ചെയ്തത്? ദ നൈറ്റ് ഓഫ് സോഡ്സ്, ദ പേജ് ഓഫ് സോഡ്സ്. ഓക്കെ, ദ 5 ഓഫ് പെൻഡക്കിൾ. വ്യക്തിയുടെ തോട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഏജ് ഓഫ് സോഡ്സ് എന്നുള്ളതാണ്. അതായത് വ്യക്തിയുടെ വളരെയധികം ക്ഷമയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ എനിക്കിപ്പോൾ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. ഒരുപാട് വെയിറ്റിംഗ് സൈനൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടെന്ന് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഒരുപാട് സിറ്റുവേഷനിൽ ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കുറേ തിരിച്ചറിവ് വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ
പക്ഷേ ഇവിടെ നമുക്കൊരു കാർഡ് കിട്ടിയത് ഏസ് ഓഫ് സോഴ്സ് എന്നുള്ളതാണ്. ഒരുപാട് സംശയം വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടി വരുമ്പോഴും നിങ്ങളവിടെ കംപ്ലീറ്റ് ആയിട്ട് നോ പറയുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയാം. അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു സ്നേഹം നിങ്ങളിൽ ഇപ്പോഴും ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തിയുടെ മൈൻഡിൽ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് തരണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളുമായിട്ട് തുടങ്ങണം എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടാവില്ല, ഒരു ഗ്യാപ്പൊക്കെ വെക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ രണ്ടുപേരും ഒരു ലിമിറ്റ് വെച്ചിട്ട് മാത്രമേ സംസാരിക്കുന്നുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഹൈഡ് ചെയ്യുന്നത് അവർ വളരെയധികം ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളും മനസ്സിലാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം അങ്ങനെയുള്ളൊരു എനർജിയിലാണ് രണ്ടുപേരും ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം കുറച്ചും കൂടി വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. The Magician card, okay. The Queen of Pentacles, okay. The Knight of Cups, The Seven of Swords. ഈ 7 of Swords എനിക്ക് അപ്പുറത്തെ കാർഡിലും ഫസ്റ്റ് റീഡിങ്ങിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് ഇത്രയും നാൾ ഒരു കാര്യം തുറന്നടിച്ച് പറയാത്തൊരു കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ എല്ലാം ഒളിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പോയിട്ട് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള എനർജിയിലൊക്കെ നിന്ന ഒരു കൂട്ടത്തിലുള്ള വ്യക്തികളായിരിക്കാം. ഒരാൾ ചേസ് ചെയ്യുക, മറ്റയാൾ അതൊന്ന് മാറിപ്പോവുക, അങ്ങനെയുള്ളൊരു എനർജി. ഇവിടുത്തെ മജീഷ്യൻ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ സെൽഫ് ലവ്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്താണ് വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ തോന്നും. നിങ്ങളൊന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കിയ പിന്നെയാണ് നിങ്ങളൊരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങളൊരു ഗ്യാപ്പൊക്കെ വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു ഹാപ്പിനെസ്, ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതിനെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ആ സ്നേഹം ഉണ്ടെങ്കിലും പക്ഷേ നിങ്ങളത് പുറമേ കാണിക്കുന്നുണ്ടാവില്ല. അപ്പോഴാണ് വ്യക്തിയുടെ ലൈഫിൽ വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, നിങ്ങളുടെ ഇടയിൽ എന്താണ് നടക്കുന്നത്. ദ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് വളരെ സ്ലോ എനർജിയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് സോഴ്സ് കാണിക്കുമ്പോൾ പെട്ടെന്ന് വരണമെന്നുമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ റിയാക്ഷൻ ഓർത്തിട്ട് വളരെ അങ്ങ് സ്ലോ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുണ്ട്. എന്നിട്ട് നമുക്കവിടെ വീണ്ടും കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്ത് പോകാം എന്നുള്ള എനർജിയിലാണ്. കാരണം വ്യക്തി വളരെ നിങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു തിരക്കിലാണെന്ന് തോന്നുന്നു. കുറേ സംബന്ധിച്ച് കുറച്ചാൾ പോലെ എൻ്റപ്പായി പോയിട്ടുണ്ട്. അത് മ്യൂച്വലായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാശിയിലൊക്കെ നിൽക്കുന്നവരെ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വളരെയധികം സ്റ്റെബോണായിട്ട് നിങ്ങളുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിൽക്കുന്നുണ്ടാവും. നിങ്ങളുടെ സെൽഫ് ലവ്, സെൽഫ് കെയർ, അതൊക്കെ സെൽഫ് ഹീലിംഗ് ഒക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നിൽക്കുന്നുണ്ടാകാം. പണ്ടത്തെ പോലെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ ചേസിങ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പറയാൻ രണ്ടുപേരും സ്റ്റോക്കിങ് എന്തുകൊണ്ടോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം ബ്ലോക്കിംഗ് ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി അതേ എഫേർട്ട് എടുത്ത് നോക്കുന്നുണ്ടാകാം. പക്ഷേ വ്യക്തി ഒരു ഡിസ്റ്റൻസ് ഒന്ന് മാറി നിന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇറങ്ങിപ്പോരാനൊന്നും പറ്റാത്തൊരു രീതിയിലുള്ള അവസ്ഥയിലൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി വ്യക്തിയുടെ മൈൻഡിലുള്ളതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു കാർഡ്സ് ക്ലാരിഫൈ, മജീഷ്യൻ കാർഡ് ക്ലാരിഫൈ ചെയ്യുന്നത് ദ ഹാങ്ഡ് മാൻ കാർഡാണ്. ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുമ്പോൾ അതിന് പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ പാസ്റ്റിൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അത്രയും പ്രാധാന്യം കൊടുത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രസൻറ്റിൽ നിങ്ങൾ വേണ്ട രീതിയിലുള്ള, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പരിഗണിക്കുന്നില്ല, ആ ഒരു വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ വ്യക്തി ഒരുപാട് ഹോപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്ത ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലാണെന്ന് മാത്രം, അതൊരിക്കലും പുറത്ത് കാണിച്ച് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഈഗോ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ മുന്നിൽ ആ ഒരു വ്യക്തിയുടെ വില കളയണമെന്നും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു വ്യക്തി ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, പോയാലും അത്രയൊന്നും പോവില്ല. അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളുടെ ഹാപ്പിനെസ്സിന് മുൻതൂക്കം കൊടുത്ത് പോന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വ്യക്തിക്ക് വളരെ നിരാശയും അതുപോലെ തന്നെ വളരെയധികം സ്റ്റക്ക് എനർജിയുമാണ് ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന സമയത്ത് വ്യക്തി വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇല്ല, ഇനി ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവില്ല. ഓരോ ആൾ ചിലപ്പം ഇപ്പം ന്യൂജൻ കുട്ടികൾക്ക് പറയുന്നത് പോലെ നിങ്ങൾ റിക്വസ്റ്റ് അയക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കുന്നുണ്ടാകും, നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി
കൊടുക്കേണ്ട പരിഗണന നിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ മൈൻഡ് വോയിസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, ദ ക്യൂൺ ഓഫ് പെൻഡക്കിൾ, അത് ഭയങ്കരമായിട്ട് നിങ്ങൾ സെൽഫ് ലവ് സെൽഫ് ഒബ്സസ്ഡ് ആണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേറൊരു വ്യക്തി വന്നോ എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദ ക്യൂൺ ഓഫ് പെൻഡക്കിൾ 2 ഓട്ടാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. വ്യക്തിയുടെ എനർജി പ്രകാരം എന്താണ്? വി ഹാവ് ദ കിങ് ഓഫ് സൂഡ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് മുൻതൂക്കം കൊടുത്ത് പോയെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റിക്കൂടാ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഉള്ളിൻ്റെ ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളോട് ഷെയർ ചെയ്ത ആ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വീണ്ടും തുടങ്ങാൻ പറ്റും എന്നുള്ള ചിന്തയൊക്കെ വ്യക്തിയുടെ മൈൻഡിൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ വ്യക്തി പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതായത് ഒരു സിറ്റുവേഷനിൽ വളരെയധികം താല്പര്യങ്ങളൊക്കെ വെച്ച് നിർത്തുന്ന ഒരു പേഴ്സണായിട്ടാവാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങളൊന്നും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വ്യക്തിക്ക് ഒരു സ്നേഹം ഇപ്പോഴും നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു വരാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലൊരു തുടക്കമുണ്ട് എന്നുള്ള രീതിയിൽ ശക്തമായി വിശ്വസിക്കാൻ. ദ സ്കോർപ്പിയോൺ എനർജി എന്നുള്ള രീതിയിൽ ദ 6, അതുപോലെ തന്നെ 10 ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാകും. ഒക്ടോബർ മന്ത്, ഓഗസ്റ്റ്, ജൂലൈ, അതുപോലെ തന്നെ ഡിസംബർ, ഇതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാകും. നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത് മന്ത് ആയിരിക്കാം. അതുപോലെ തന്നെ നമ്പേഴ്സ് ആയിട്ടുള്ള 9, 8, 12, 5 ഇതൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കാം. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ മൈൻഡ് വളരെയധികം ഇമോഷണലി വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മാക്സിമം അവോയ്ഡ് ചെയ്ത് മാറിപ്പോകാൻ നോക്കുമ്പോഴും അത് പറ്റാത്തൊരു രീതിയിലുള്ള എനർജി. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ സംസാരിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തി അല്ലെങ്കിൽ പണ്ടത്തെ നിങ്ങളല്ല എന്നുള്ളൊരു തിരിച്ചറിവ് വ്യക്തിയിലുള്ളതായിട്ടാണ് കാണിക്കുന്നത്. വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുക്ക ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുമ്പോഴും പക്ഷേ ഒരു തരത്തിൽ ഈ ഒരു വ്യക്തിൻ്റെ ഒരു എനർജി പ്രകാരം എല്ലാത്തൊന്നും ഡിറ്റാച്ച് ചെയ്യുക, നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ മാറിപ്പോവുക എന്നുള്ള എനർജിയാണ്. അതായത് എനിക്കിതിൽ തന്നെ സ്റ്റക്ക് ചെയ്താൽ ഒരു കാര്യവും നടക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയി, അതുപോലെ തന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയേ പറ്റൂ എന്നുള്ള രീതിയിൽ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ഇവിടെ നമുക്ക് വില്ലനായിട്ട് വരുന്നത്, ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വില്ലനായിട്ട് വരുന്നത് ദ 6 ഓഫ് കപ്സ് ആണ്. ഓർമ്മകൾ, അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്. ചിലപ്പോൾ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആകാം, എല്ലാവർക്കും അല്ല. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് കൊല്ലങ്ങളോ, അല്ലെങ്കിൽ 1 ഇയർ 2 മന്ത്, അതുപോലെ തന്നെ 6, 7 ഇയേഴ്സ്. 7 ഇയേഴ്സ് ആവണമെന്നൊന്നുമില്ല, 7 മന്ത്. ഓക്കെ, ചിലപ്പോൾ ആയിട്ടുണ്ടാകാം. അത് നമുക്ക് ഓരോ ആളുടെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ മെൻ്റലി വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഫിസിക്കലി ആ ഒരു വ്യക്തി അല്ല, അങ്ങനെ വേണ്ട, ഇതൊക്കെ എൻ്റെ ഓവർ തിങ്കിങ് കാരണം ഉണ്ടായതാണ് എന്നുള്ളത് വിശ്വസിക്കാൻ ആഗ്രഹിക്കണം. അതായത് ഒരു ഫോഴ്സ്ഫുള്ളി ഒന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് തവണ നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ ശ്രമിച്ച ഒരു എനർജി തന്നെയാണ്. പക്ഷേ വ്യക്തി ഒരു ഫോഴ്സ്ഫുള്ളി വേണ്ട, അവിടെ പോകണ്ട, ഇങ്ങോട്ട് വരൂ, നമുക്ക് ഈ ഒരു ദിശയിലേക്ക് പോയി നോക്കാം എന്നുള്ള രീതിയിലുള്ള എനർജിയിലേക്കാണ്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മെസ്സേജ്, ലവ് മെസ്സേജ്. നിങ്ങൾക്കും സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. വൈ? അതായത് പോസിറ്റീവായിട്ട് തിങ്കിങ് ചെയ്യുക, മേക്ക് ദി എഫേർട്ട്. ഇതൊക്കെയല്ലേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയേ. ഓക്കെ, ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ ഇടയിലുണ്ട്. അതായത് നിങ്ങളുടെ ഫീലിങ്സ് വളരെ റിയൽ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്താണ് നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് തേടി നിങ്ങൾക്ക് പോകാം. അതിൽ ചിലവർക്ക് ഇവിടെ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദി സ്റ്റെപ്സ് യുവർ ഗൈഡ്. നിങ്ങൾ വളരെയധികം ഗൈഡഡ് ആണ് എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടെങ്കിൽ പലരെയും സംബന്ധിച്ച് ഇതൊരു മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തരുടെയും ആ ഒരു പേഴ്സൻ്റെ തിരിച്ചു വരവും അതുപോലെ തന്നെ അതൊക്കെ ബേസ് ചെയ്ത് നിൽക്കുന്നത്. നമുക്കിനി നിങ്ങൾക്കുള്ള ഒറാക്കിൾ ഗൈഡൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം.
കുറച്ച് പേരെ സംബന്ധിച്ച് ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. ഒരുപാട് ചാൻസ് കൊടുത്ത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഒരു അങ്ങ് ഹാം ആക്കണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. കുറച്ച് പേർക്ക് നിങ്ങളായിട്ട് എഫേർട്ട് എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അവിടെ ചിലപ്പോൾ നിങ്ങൾക്കായിട്ട് എടുക്കേണ്ട ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ്. ഒരു രീതിയിൽ ഫസ്റ്റ് ഒരു റീഡിങ്ങുമായിട്ട് ഗൈഡൻസ് കുറച്ച് അടുത്തായിട്ട് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബിഗിനിങ്, ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൊരു കാർഡാണ്. അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് മുൻകൈ എടുക്കേണ്ട, എന്താ ഇവിടെ മുൻകൈ, നിങ്ങളായിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഗൈഡൻസ് ആയിട്ട് വരുന്നത് ഇവിടെയും കാണിക്കുന്നുണ്ട്. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ, അതായത് വേറൊരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളായിട്ട് എഫേർട്ട് എടുക്കേണ്ടതുണ്ടാകാം. ബിഗിൻ യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ പറയുന്നത് ക്ലെൻസിങ് വാട്ടർ എന്നുള്ളതാണ്. ഒരു കലക്ക് വെള്ളത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തികളാണെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു സമയം വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പ്യൂരിഫിക്കേഷൻ, ആക്ടിവേറ്റ് വൈബ്രൻറ്റ് ലൈഫ് ഫോഴ്സ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറക്കുക. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. എംബ്രസിങ് എന്തൂസിയാസം എന്നുള്ള കാർഡാണ് തേർഡ്. ഒരു നിങ്ങൾ സന്തോഷം കൊണ്ട്, നിങ്ങളുടെ ഹാപ്പിനെസ് കൊണ്ട് നിങ്ങൾ യൂണിവേഴ്സലിനെ താങ്ക് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരുപാട് സഫർ ചെയ്ത വ്യക്തികളാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്ന ഒരു രീതി എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സൽ കൊണ്ടുവന്ന് തരും എന്നുള്ള രീതിയിലാണ്. പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ് എന്നുള്ളതാണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത്. യു ആർ ചെറിഷ്ഡ് ബൈ ദി ഏഞ്ചൽസ് എന്നുള്ള കാർഡാണ്. അതായത് നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ അനുഗ്രഹം, നിങ്ങൾ എവിടെ തന്നെ പോയാലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചു പോവുക അല്ലെങ്കിൽ നിങ്ങളെ കടന്ന് അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചു പോയവർക്ക് അതിനുള്ള കർമ്മ എന്തായാലും കിട്ടും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഉള്ള ഒരു വ്യക്തികളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. എനിക്കെന്തോ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് ഏഞ്ചൽസ് ഒറാക്കിളും കൂടി വായിക്കണം എന്ന് തോന്നുന്നു. ആർക്കേഞ്ചൽ റാഫേൽ എന്നുള്ളൊരു കാർഡാണ്. ഓപ്പൺ ടു അബൻഡൻസ്, ഡിവൈൻ ഹീലിംഗ്. നിങ്ങൾക്ക് ഹീലിംഗ് വേണമെങ്കിൽ അതൊക്കെ പോസിബിളാണ്. ഹിലേറിയൻ്റെ ഹീലിംഗ് മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ, എഴുതി മാനിഫെസ്റ്റൊക്കെ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹിലേറിയൻ്റെ പേര് വെച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിലാണ്. ഇതിൽ ഞാനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാസ്റ്റോ റിലീജിയനോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഹോണർ യുവർ സെൻസിറ്റിവിറ്റി, റിട്രീറ്റ് ടു ചാർജ് ആൻഡ് ഹീൽ, യുവർ ലൈറ്റ് ക്യാൻ സപ്പോർട്ട് അതർ. നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ ഓറ വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളുടെ വേർഡ്സാണ്, നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളറാണ് നമുക്കിതിൽ രണ്ടിലും കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ചിലപ്പം കളർ ഫേവറേറ്റ് കളറും ഗ്രീൻ തന്നെ ആയിരിക്കാം. സീ വിത്ത് എൻലൈറ്റൻഡ് ഐസ്, ഓപ്പൺ ടു അബൻഡൻസ്. അതായത് ചില കാര്യങ്ങൾ യൂണിവേഴ്സലായിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എങ്ങനെയാണ് സിറ്റുവേഷൻ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ വളരെയധികം അബൻഡൻസ് എന്ന് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസേർവ്ഡ് ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുക. എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ട വാതിലിന് നേരെ നിരാശപ്പെട്ട് നിൽക്കരുത്. നിങ്ങൾക്കായിട്ട് വരുന്നത് നിങ്ങൾ പോലും കാണാതെ നിങ്ങൾ പോലും അറിയാത്ത ഒരു മനോഹരമായിട്ടുള്ള അബൻഡൻസ് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.